ഇരുമുടിക്കെട്ടുമേന്തി പമ്പയിൽ നിന്നും മല കയറുന്ന ഭക്തർ സാഫല്യം നിറഞ്ഞ മനസ്സുമായി പാദചലനങ്ങൾ ദ്രുതഗതിയിലാക്കുന്നു. സഞ്ചാരത്തിന്റെ പൂർണ്ണതയിൽ പവിത്രമായ 18 പടികളും സ്വർണ്ണ കൊടിമരവും ദർശിക്കുമ്പോൾ ഒരു ദിവ്യാനുഭൂതി ഭക്തന്റെ മനസ്സിൽ നിറയുന്നു. ചുമലുകൾ ഇരുമുടിക്കെട്ടിന് ഇരിപ്പിടമാക്കി തിരിഞ്ഞു നോക്കാതെ പാദങ്ങൾ കല്ലിനും മുള്ളിനും ദാനം ചെയ്ത് ശരണമന്ത്രങ്ങളുമായി പമ്പയുടെ തണുപ്പിൽ പാപങ്ങൾ അലിയിച്ച് അഴുതയിൽ മുങ്ങി കല്ലിടാം കുന്ന് കയറി പൊന്നും 18 പടി താണ്ടുന്ന ഒരു ഭക്തൻ അയ്യപ്പ തത്വങ്ങളുടെ മൗനമുദ്രിതമായ ഉണർവിലേക്കാണ് ശബരിമല തീർത്ഥാടനത്തിലൂടെ എത്തിച്ചേരുന്നത്. നാലു ചുറ്റും പർവ്വത നിരകൾ നിരന്നു നിൽക്കുന്ന വിസ്തൃതമായ ഒരു താഴ്വരയുടെ നടുവിൽ ഒരു ഉയർന്ന പ്രദേശത്താണ് ശബരിമല സന്നിധാനം. പടികൾ കയറുന്നതിന് മുൻപ് തീർത്ഥാടകർ തേങ്ങയുടയ്ക്കുന്നു. ബോധമണ്ഡലത്തിന്റെ സാംസ്കാരികവും ആധ്യാത്മികവുമായ ഉന്നത മാനങ്ങളിലേക്കുള്ള പരിണാമ മുന്നേറ്റത്തിൽ പരിമിതിക്കെട്ടുകൾ തകരുന്നതിനെയാണ് തേങ്ങയുടെ എറിഞ്ഞുടയ്ക്കൽ സൂചിപ്പിക്കുന്നത്. ശരണമന്ത്രം ചൊല്ലുന്നതിലൂടെ മനസ്സും ബുദ്ധിയും ആത്മീയ ചൈതന്യം നിറഞ്ഞ ഒരു താളത്തിനൊത്ത് ത്രസിക്കും. ഇതാണ് മന്ത്രജപ സാധന. ഈ സാധന കുറേ നാൾ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ അന്ധകരണം ശുദ്ധമാവുകയും വിഷയചിന്തകൾക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. കണ്ഠത്തിൽ നിന്നും ഉച്ചത്തിൽ മുഴങ്ങിയ മന്ത്രം കാലക്രമത്തിൽ ശബ്ദം കുറഞ്ഞ് ചുണ്ടിൽ മാത്രമായി ഒതുങ്ങുന്നു. വീണ്ടും ജപം തുടരുന്ന പക്ഷം ശ്രദ്ധാലുവായ ഒരാളിന് സ്വാഭാവികമായി ഉള്ളിൽ നിന്നും മുഴങ്ങുന്ന മന്ത്രത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്നു. നീണ്ട നാളത്തെ ജപസാധനയിലൂടെ സൂക്ഷ്മബുദ്ധിയ മനോമയമായ മന്ത്രത്തെ വീക്ഷിക്കാൻ കഴിയുന്നു. അതോടെ മന്ത്രം നിന്നുപോവുകയും അഥവാ മനസ്സ് ഇല്ലാതാകുകയും താൻ അതിനപ്പുറത്തുള്ള ചൈതന്യ സ്വരൂപമാണെന്ന് സ്വയം അറിയുകയും ചെയ്യുന്നു. താൻ അയ്യപ്പനാണെന്ന സത്യം സാക്ഷാത്കരിക്കുന്ന മുഹൂർത്തം ഇതാണ്. ഭക്തിപൂർവം തീർത്ഥാടകർ 18 പടികൾ കയറി അയ്യപ്പസ്വാമിയെ ദർശിച്ച് അനുഗ്രഹം നേടുന്നു. Presented by Chaikari Kazhakkottam near Infosys Thiruvananthapuram. Chai 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 Chaikari.